ഇഞ്ചി മുട്ടായി. നമസ്കാരമുണ്ട്. എത്ര നാളായി ഇഞ്ചി മുട്ടായി അങ്ങനെ വെറൈറ്റി മുട്ടായികളൊക്കെ ആണല്ലേ? പഴയ കാലഘട്ടങ്ങളിലൊക്കെയാണുള്ള മുട്ടായികളാണ്. 18 വർഷം. എവിടെയാണ് സ്ഥലം? നമ്മളെ പേര് ഇതെന്തെല്ലാം ഐറ്റങ്ങളാണ് ഇപ്പം? നാരങ്ങ മുട്ടായി 10, ജാസ്തി മുട്ടായി 10, ഇഞ്ചി മുട്ടായി 20, ഇഞ്ചി മുട്ടായി, ഇറച്ചി മസാല 10 രൂപ. ഒരു പക്ഷേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉള്ള നാരങ്ങ മുട്ടായി എപ്പോഴും ജനങ്ങൾക്ക് എപ്പോഴും ലഭ്യമാവും അല്ലേ? കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും മുട്ടായി തിരക്കി കിടക്കേണ്ട വരും. അതിനൊക്കെ പിന്നെ ഇതെന്തുകൊണ്ട് ഗ്യാസ് മുട്ടായി അല്ലേ? അപ്പോൾ എന്തായാലും വെറൈറ്റിയാണ്. ഇതൊക്കെ എന്താണ്? ഉണ്ടയാ? പ്രിയപ്പെട്ടവരെ, ഈ ചേട്ടൻ കൊല്ലം ബീച്ചിലും കൊല്ലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ വിശേഷങ്ങളും ജനങ്ങൾ തിങ്ങിത്തിരങ്ങുന്നിടത്തെല്ലാം തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ചേട്ടൻ്റെ ഒരു മുട്ടായി വേടിയില്ലേ? മീഡിയയിലെ ഒരു മുട്ടായി വേടിയില്ലേ? ഇഞ്ചി മുട്ടായി വേടിയില്ലേ? 20 രൂപയല്ലേ? അദ്ദേഹത്തിന് ജീവിക്കട്ടെ. 20 രൂപ മുട്ടായി വേടിയല്ലേ? നമ്മളൊക്കെ പഴയ കാലത്ത് നിന്നതാ. നമ്മളെല്ലാം എത്രയോ പൈസകൾ. അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യും. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യും. എന്തായാലും നമ്മളെ മീഡിയ സപ്പോർട്ട് ചെയ്യല്ലേ? ഒരു മുട്ടായി വേടിയില്ലേ? ഇഞ്ചി മുട്ടായി കൊടുക്കും. ഇഞ്ചി മുട്ടായി പഴയ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ കഴിച്ച് എന്തായാലും വീട്ടിൽ പോയി വെറുതെ ഇരിക്കുമ്പം അങ്ങോട്ട് വരുമ്പോൾ അതെ. താങ്ക് യു. അപ്പോൾ എന്നിട്ട് നമ്മളെ ഈ കലാകാരനെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പാത്രത്തിനുള്ളിൽ ഈ മുട്ടായിയും വെച്ചുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഉത്സവ സ്ഥലങ്ങളിലും ബീച്ചിലുമൊക്കെ ഈ ചേട്ടൻ വളരെ മുട്ടായിയുമായി താലത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മുട്ടായിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. ജീവിക്കാൻ വേണ്ടി മാത്രം പ്രേക്ഷകർ ഒരു മനസ്സിലാക്കണം. നമ്മളെയൊക്കെ കുട്ടിക്കാലങ്ങളിലേക്ക് മധുരം തിന്നുന്ന ഒരു ശീലം നമുക്കുണ്ട്. അതേ മധുരവും മുട്ടായിയുമായാണ് കൊല്ലം കൂനമ്പായക്കുളത്തു നിന്നും ചേട്ടൻ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്നും KMEDക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ നമുക്ക് പറയാം ഒരുപാട് പിന്നെ മുട്ടായികളുമായാണ് നമുക്കറിയാം. കുട്ടികളൊക്കെ കണ്ട എപ്പോഴും ചേട്ടാ ഇതുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടോ? ചിലവെടുത്തും. അതാകുമ്പോൾ ഇത് എങ്ങനെയാണ്? നമ്മളാണ് നിർമ്മിക്കുന്നത് അതോ കമ്പനി പോയി എടുത്തിട്ട് കവറിലാക്കുമോ? അതിനകത്ത് ലാഭം എന്തെങ്കിലും കിട്ടുമോ? ലാഭം ചെറിയ ലാഭം കിട്ടും. മക്കളൊക്കെ ഒരു മോനും ഒരു മോൾ അവരെല്ലാം അങ്ങനെ കുടുംബമായി. മോള് 19 വയസ്സായി. ഈ മുട്ടായി വിറ്റൊക്കെ തന്നെ അവരെയൊക്കെ വളർത്തിയത് എത്ര വർഷങ്ങൾ തുടങ്ങിയത്? 18 കൊല്ലമായി മുട്ടായി കച്ചവടം. മുട്ടായി അതിന് മുമ്പ് പലചരക്കടയിൽ നിന്നതാ. വളവിൽ എന്തായാലും ഈ വെയിൽ കൊള്ളുന്നതിന്റെ കൂലി കിട്ടും. അത് പിന്നെ ഇതെന്താണ് നമ്മളെ കുരുമുളക് 10 രൂപ. അടിപൊളി കുരുമുളകാണ് ചേട്ടാ. നേട്ടാ നമ്മളൊക്കെ ഈ പാത്രത്തിൽ കൊണ്ടു നടക്കുന്നവരെയും അല്ലെങ്കിൽ ഒരുപക്ഷെ കടകളിലൊക്കെ എന്ത് വില കൊടുത്ത് നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അറിയാം ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമുക്ക് ഈ നല്ല ഒന്നാന്തര കുരുമുളക് നല്ല ഐറ്റങ്ങളൊക്കെയാണ് ചേട്ടൻ കൊണ്ടു നടക്കുന്നത്. എന്തായാലും ചേട്ടൻ്റെ കാണുന്നവരെല്ലാം ചേട്ടൻ്റെ മുട്ടായി മേടിക്കുക, ചേട്ടനെ സഹകരിക്കുക. ചേട്ടനുമായിട്ട് എന്തായാലും സന്ദർശകരെ പ്രതീക്ഷയോടാണ് രാവിലെ ഈ താലത്തിനകത്ത് മുട്ടായികൾ നിരത്തി ഒരു കയ്യിൽ താങ്ങി മുട്ടായി ഗ്യാസ് മുട്ടായി, ഇഞ്ചി മുട്ടായി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് പ്രേക്ഷകരെ എത്തിക്കുകയും ഇത് മാത്രം ഒരു ജീവിതം മാത്രം ജീവിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു താലത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു ചേട്ടനാണ്. കൊല്ലം പൂനമ്പായക്കുളത്ത് അമ്മയുടെ മുറ്റത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണ്. നിരവധി ബീച്ചുകളിൽ തന്നെ ചേട്ടനെ കാണാം, പല സ്ഥലങ്ങളിലും കാണാം. എന്തായാലും പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേട്ടന് വേണ്ടി ചേട്ടൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചേട്ടാ ഒന്നുകൂടെ പേര് പ്രേക്ഷകർക്ക് പറയാൻ പറ്റും? നാസിമുദ്ദീൻ ചേട്ടൻ എന്തായാലും നിങ്ങൾ ലൈക്ക് കൊടുക്കണം, ഷെയർ കൊടുക്കണം. നാസിമുദ്ദീൻ ചേട്ടനെ കണ്ടാൽ നിങ്ങൾ പിന്നെ ഗ്യാസ് മുട്ടായി കഴിക്കണം, ഇഞ്ചി മുട്ടായി കഴിക്കണം. പഴയ കാലഘട്ടങ്ങളെ ഓർക്കുവാൻ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ബീച്ചിൽ നടന്നു പോകുമ്പോഴും ക്ഷേത്രത്തിൽ വരുമ്പോഴും ഒക്കെ നാസിമുദ്ദീൻ ചേട്ടനെ ഓർക്കണം. നാസിമുദ്ദീൻ ചേട്ടൻ്റെ ഇന്ന് ഗ്യാസ് മുട്ടായി മേടിച്ച് കഴിക്കണം. ഓക്കെ, താങ്ക് യു.